മദ്യനിർമ്മാണശാല വിവാദത്തിലെ ആരോപണം മുഖ്യമന്ത്രിയിലേക്ക് തിരിച്ചുവിട്ട് പ്രതിപക്ഷം. ഇടപാട് ഉറപ്പിക്കാൻ BRS നേതാവ് കെ കവിത കേരളത്തിലെത്തിയെന്നും അവർ എവിടെ താമസിച്ചു എന്നത് അന്വേഷിക്കണമെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടത്. LDFനുള്ളിലെ ഭിന്നത പരിഹരിക്കാൻ അനുനയ നീക്കങ്ങൾ നടക്കുന്നതിനിടയിൽ RJDയും എതിർപ്പുമായി രംഗത്തെത്തി. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് എക്സൈസ് മന്ത്രി ഇന്നലെ വിശദമായ മറുപടി നൽകിയിരുന്നു. മറുപടിക്ക് ശേഷവും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രതിപക്ഷം പക്ഷേ ആക്രമണം മുഖ്യമന്ത്രിക്ക് നേരെ തിരിച്ചുവിടുകയാണ്. ഡൽഹി മദ്യനയ കേസിലെ പ്രതിയും BRS നേതാവുമായ കെ കവിതയുടെ ഇടപെടലുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെക്കുന്നത്. തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത MP അവരും പ്രതിയാണ്. അവർ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നതും കേരളത്തിലെ ആളുകളുമായിട്ടും സംസാരിച്ചത്, ഗവൺമെന്റുമായിട്ട് സംസാരിച്ചത്. സ്പിരിറ്റ് ലോബിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന എക്സൈസ് മന്ത്രിയുടെ ആരോപണം നിഷേധിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മദ്യനിർമ്മാണ പ്ലാന്റിലെ അഴിമതി ആരോപണം ആവർത്തിക്കുകയാണ്. ഇതാരും അറിയാതെ ഇത്ര തിടുക്കത്തിൽ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഡൽഹി മദ്യനയ കേസിൽപ്പെട്ട ഒരു കമ്പനിക്ക് മന്ത്രിസഭാ തീരുമാനം എടുത്തത് വഴി വൻ അഴിമതിയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. CPIക്ക് പിന്നാലെ മദ്യനിർമ്മാണ പ്ലാന്റിനെതിരെ രംഗത്ത് വന്ന ജനതാദൾ എസിനെ LDF നേതൃത്വം ഇന്നലെ അനുനയ നീക്കത്തിലൂടെ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് RJD കൂടി എതിർപ്പ് പ്രകടിപ്പിച്ചത് മുന്നണിക്ക് പുതിയ തലവേദനയായിരിക്കുകയാണ്. എക്സൈസ് പോളിസി LDFിൽ വെക്കാതെ നേരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോവുകയും മന്ത്രിതലത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ശരിയായ നടപടിയല്ല. പദ്ധതി എതിർക്കുന്ന CPI കൂടി അനുനയിപ്പിക്കാനാണ് CPIഎമ്മിന്റെ ശ്രമം. 24 തിരുവനന്തപുരം.